ഹലോ ഗൈസ്, ജെയ്മീൻ 2026 ഫേസ് 1 ജാനുവരി 22 സെക്കൻഡ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ഷിഫ്റ്റിലെ 7th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ 2 ചാപ്റ്റർ എന്താണ് മിക്സഡ് ആണ്. ഒന്നാമത് സ്ട്രൈറ്റ് ലൈനിലെ കൺസെപ്റ്റ് മിക്സഡ് ആണ്, അല്ല രണ്ടും സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്. ഓക്കെ അല്ലേ? അതിൽ ചെറുതായിട്ടൊന്ന് സീക്വൻസ് ആൻഡ് സീരീസിലെ ചെറിയൊരു കോൺസെപ്റ്റ് എന്താക്കി കയറി വന്നു, അത്രേ ഉള്ളൂ. ഇൻഎഫക്റ്റീവ് ക്വസ്റ്റ്യൻ സ്ട്രൈറ്റ് ലൈൻ എന്നാണ് കേട്ടോ. ഓക്കെ, എന്താണ് എമംഗ് ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് a 5, b -2, 3 are two vertices of a triangle whose orthocenter is 0, 0, then its third vertex is -4, 7. അതായത് നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, അല്ല അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ആ ട്രയാങ്കിളിന്റെ 2 വെർട്ടെക്സുകളുടെ കോർഡിനേറ്റ് ആണ്, ഒന്ന് 5, -1, മറ്റേത് -2, 3. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർത്തോ സെൻറ്റർ എന്ന് പറയുമ്പോൾ 0, 0 ആണ്. ദെൻ അതിൻ്റെ തേർഡ് വെർട്ടെക്സ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? തേർഡ് വെർട്ടെക്സ് -4, 7 ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഞാൻ എന്താക്കാം, ഒന്ന് റഫായിട്ട് ഒന്നാക്കാം, ഇതിൻ്റെ ഫിഗർ എന്താ ചെയ്യണം ഒന്ന് ഞാൻ വരച്ച് വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഒരു ധാരണ കിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ് ഓർത്തോ സെൻറ്റർ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വേണം. ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ആണ്. റെഡി അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്നും മറ്റേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓൾട്ടിറ്റ്യൂഡ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, അതായത് മീറ്റിംഗ് പോയിന്റ് ഓഫ് സച്ച് ഓൾട്ടിറ്റ്യൂഡ്സ് ആണ് എന്താ നമ്മുടെ ഈ പറഞ്ഞ ഈ ചെങ്ങായി എന്ന് പറഞ്ഞാൽ ആര്, ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ സാധനം എന്താണ്, യെസ് 5, -1. റെഡി അല്ലേ? ആൻഡ് ബി എന്ന് പറഞ്ഞ സാധനം എന്താണ് മക്കളെ, ദാറ്റ് ഈസ് സംതിങ് -2, 3 അല്ലേ? ഇനി മക്കളെ വാട്ട് ഈസ് സി നമുക്കറിയില്ല. ആൻഡ് അതിൻ്റെ ഓർത്തോ സെൻറ്റർ എന്താണ് 0, 0 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു അല്ലേ, ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്സ് ആണ് മക്കളെ എന്ത് ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇങ്ങനെ 3 ആൾട്ടിറ്റ്യൂഡുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ മൂന്നാമത്തെ നമുക്ക് ഞാൻ പ്രത്യേകമായി ഒന്ന് മഞ്ഞ കളറിൽ എന്ത് ചെയ്യാം, ഒന്ന് വരയ്ക്കാം. റെഡി അല്ലേ? അതിന് റീസൺ ഉണ്ട്, അവനെ മാത്രം ഞാൻ വേറെ തന്നെ ഒരു കളറിൽ വരയ്ക്കാനെന്നുണ്ട് മക്കളെ. പ്രത്യേകമായിട്ട് ഒരു റീസൺ ഞാൻ അവിടെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞുതരാവേ. ഓക്കെ ഗൈസ്, ഓക്കെ ഞാനിത് വരച്ചപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് മാറ്റി, ഇത് പെർപെൻഡിക്കുലർ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. വരച്ചപ്പോൾ അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ അല്ലാത്തൊക്കെ തോന്നും, പക്ഷേ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ പെർപെൻഡിക്കുലറിനെ കറക്റ്റ് വരയ്ക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, കൺഫ്യൂഷൻ വേണ്ട. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ആണ്. അല്ല, ഇപ്പോൾ ഞാൻ ഓൾട്ടിറ്റ്യൂഡാണ് എന്താക്കിയിരിക്കുന്നത് നമ്മളെ വരച്ചു കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ആണ് ഞാനിങ്ങനെ വരച്ചു കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവരെന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, യെസ് 0, 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു യെല്ലോ കണ്ട് ഈ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, നമ്മൾ പറയും ഇത് എ ബി ഇത് സി ആണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ഇതാണെങ്കിൽ എന്താണ് പി ആണെന്ന് വിചാരിക്കുക. ഞാൻ ആദ്യം ഈ സി പിയുടെ ഇക്വേഷനാണ് ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. ആ സി പിയുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു പോയിന്റും അതേപോലെ തന്നെ സ്ലോപ്പും കിട്ടിയാൽ മതി. സി പിയുടെ സ്ലോപ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും, ബിക്കോസ് എ ബിയും സി പിയും എന്താണ് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു എന്താണ് മക്കളെ, സി പി ആണ്. റെഡി അല്ലേ? എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു എന്താണ്, സി പി ആണ്. അപ്പോൾ ഞാൻ സ്ലോപ്പ് ഓഫ് എ ബി ഞാൻ കണ്ടുപിടിക്കാം. എന്ത് വെച്ചിട്ട് y2 - y1 ഡിവൈഡ് ബൈ x2 - x1 അല്ലേ? എന്ന് പറഞ്ഞാൽ 3 - -1 എന്ന് പറയുമ്പോൾ 4 ആണ്, ഡിവൈഡ് ബൈ -2 - 5 എന്ന് പറയുമ്പോൾ മക്കളെ -7 ആണ്. റെഡി അല്ലേ? സോ എം എ ബി എന്ന് പറഞ്ഞ സാധനം എന്താണ്, 4 ഡിവൈഡ് ബൈ -7. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ എം സി പി എന്ന് പറയാൻ എന്തായിരിക്കും, ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും അല്ലേ? അഥവാ റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -7 ഡിവൈഡ് ബൈ 4 ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് കിട്ടി. ഓക്കെ അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്, y - y1 അല്ലെ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എന്താണ് മക്കളെ, യെസ് x - x1. ഓക്കെ, സോ y - y1 ഇത് x1 y1 എന്ന് പറഞ്ഞാൽ ഈ സ്ട്രൈറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അത് ഈ സിംപിളി നമുക്ക് എന്ത് പറയാം, 0 ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? സോ ഇവിടെ മൈനസ് അല്ല പോസിറ്റീവ് അല്ലേ, കാരണം ഇത് നെഗറ്റീവ് എടുക്കണ്ടേ. അപ്പോൾ 7/4 ഇൻറ്റു x - 0 അല്ലേ എന്ന് പറഞ്ഞാൽ 4y ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് 7x എന്ന് പറയാം, അല്ലെങ്കിൽ 7x - 4y ഈസ് ഈക്വൽ ടു എന്താണ് 0 എന്ന് പറയാം. റെഡി അല്ലേ? ഞാൻ മക്കളെ ശ്രദ്ധിക്കുക, ഇവൻ്റെ എന്താക്കി ഇക്വേഷൻ കണ്ടുപിടിച്ചു. റെഡി അല്ലേ? ഇനി ഞാൻ ഇത് അതേപോലെ എ സിയുടെയോ ബി സിയുടെയോ ഏതെങ്കിലും ഒരാളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ഈ പറഞ്ഞ പോലെ തന്നെ ഇവനെ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് മീറ്റിംഗ് പോയിന്റ്സ്. മനസ്സിലായില്ലേ? റെഡി അല്ലേ? എ സിയോ ബി സിയോ അല്ലേ ഞാൻ വെച്ചാൽ നമുക്ക് എന്താക്കാം, ഈ മീറ്റിംഗ് പോയിന്റ് നമുക്ക് എന്താക്കാം അവിടെ കിട്ടും.
അപ്പം ഞാൻ ഏതാ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം മക്കളെ, ശ്രദ്ധിക്കുക. ഞാൻ ബി സിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? സോ ബി സിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ബി സിയിൽ ഒരു പോയിന്റ് വേണം. അത് x1 y1 എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ -2,3 ആയിട്ട് നമുക്ക് എന്താക്കാം, എടുക്കാം. റെഡി അല്ലേ? യെസ്, അത് ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് വേണം മക്കളെ? ബി സിയുടെ എന്ത് വേണോടാ? യെസ്, ബി സിയുടെ സ്ലോപ്പ് നമുക്ക് വേണം. റെഡി അല്ലേ? ഓക്കെ, ബി സിയുടെ സ്ലോപ്പ് വേണം. ആ ബി സിയുടെ സ്ലോപ്പ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബി സിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പി ക്യൂവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ് അല്ലേ? കാരണം നിങ്ങൾ എ ക്യൂവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലേ? കാരണം എ ക്യൂവും ബി സിയും പരസ്പരം പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ എ ക്യൂവിൻ്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് എന്തിൻ്റെ സ്ലോപ്പ് കിട്ടുവാടാ? ബി സിയുടെ സ്ലോപ്പ് കിട്ടും. ഓക്കെ അല്ലേ? സോ ഞാൻ ആദ്യം എന്താക്കാം മക്കളെ? എം എ ക്യൂ കണ്ടുപിടിക്കുകയാണ്. എം എ ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എന്താക്കിയാൽ മതി? ഈ 2 പോയിന്റും അല്ലെ, ഒരു ലൈനിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിലേതെങ്കിലും 2 പോയിന്റ് മതി അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ 0 - -1 1 എന്ന് വരും. ഓക്കെ അല്ലേ? 0 - 5 എന്ന് പറയുമ്പോൾ മക്കളെ -5 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ സ്ലോപ്പ് ഓഫ് ബി സി അല്ലേ? യെസ്, എം ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? യെസ്, ഓക്കെ, ഇറ്റ് ഈസ് സംതിങ് ബട്ട് 5 എന്ന് നമുക്ക് എന്താക്കാം പറയാം അല്ലെ? നെഗറ്റീവ് റെസിപ്രോക്കൽ. റെഡി അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ y മൈനസ്, ഓക്കെ അല്ലേ, മൈനസ് എന്ന് പറഞ്ഞാൽ y + 2 അല്ലെ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു അല്ലേ മക്കളെ? 5 ഇൻറ്റു x - 3 എന്ന് വരും. ഓക്കെ അല്ലേ? 5 ഇൻറ്റു x - 3 എന്ന് വരും. ഓക്കെ അല്ലേ? y + 2 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എന്ത് വേണം മക്കളെ? യെസ്, ഓക്കെ അല്ലേ? x - 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം? ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 5x എന്ന് വരും. ഓക്കെ അല്ലേ? -y അല്ലേ? 5x - y -5 അല്ലേ വരിക? അല്ല, ഇത് -15 ആണ്. ഇവിടെ 5x വരും അല്ല, ഇവിടെ -5 എന്ന് വരും. ഇത് -15 - 2 -17 അല്ലെ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ ഈ 7x അല്ലെ -4y അല്ലെ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതും നമ്മൾ എന്താക്കുക? പരസ്പരം സോൾവ് ചെയ്താൽ മതി അല്ലേ? ഇത് പരസ്പരം സോൾവ് ചെയ്താൽ മതി. ആ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പും ഞാൻ അവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? യാതൊരു വിധത്തിലും കാണിക്കേണ്ട ആവശ്യമില്ല. റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ഈ പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് സി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ് മക്കളെ? യെസ്, -4,7 തന്നെയാണ് കിട്ടുന്നത് അല്ല? അപ്പോൾ സി എന്ന് പറഞ്ഞ സാധനം അല്ലെ കോർഡിനേറ്റ് -4, എന്ന് തന്നെയാണ് കിട്ടുക മക്കളെ? 7 തന്നെയാണ് കിട്ടുക അല്ലെ? സോറി, -4, -7 തന്നെയാണ് കിട്ടുന്നത്. അഥവാ നിങ്ങൾക്ക് ഇനി പിന്നെ ഇതിനെ സോൾവ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ എന്താക്കുക? ഈ 2 പോയിന്റ്സും ഈ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് എന്താക്കിയാൽ മതി? അങ്ങോട്ട് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കാര്യം എന്താവും? കുശാലാവും. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? S1 എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ? കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി S2 എന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്താ S2 എന്ന സ്റ്റേറ്റ്മെന്റ്? അതായത് ഇഫ് പോസിറ്റീവ് നമ്പേഴ്സ് 2a, b, c are 3 consecutive terms of an AP, ഓക്കെ അല്ലേ, then the lines ax plus by plus c is equal to 0 are concurrent at 2, -2 അല്ലെ? അതായത് ഈ 3 നമ്പേഴ്സ് അല്ലെ, ഏതാ? 2a, അതേപോലെ b, അതേപോലെ c. റെഡി അല്ലേ? അവർ AP-യിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു എന്താണ് ലൈൻസ് അല്ലെ, ax plus by plus c is equal to 0 എന്ന് പറഞ്ഞാൽ ax plus by plus c is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ അല്ല, ഒരു ഫാമിലി ഓഫ് ലൈൻ ആണ്. പറഞ്ഞ മനസ്സിലായല്ലേ? ഓക്കെ, അപ്പോൾ ലൈൻസ് എന്ന് പറഞ്ഞാൽ അല്ല, ഫാമിലി ഓഫ് ലൈൻസ് ഒരുപാട് ലൈൻസ് ഉണ്ടാവും. റെഡി അല്ലേ? അപ്പോൾ അവർ കൺകറന്റ് ആണ്. എവിടെ? 2, -2 കൺകറന്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതും കൂടി പറഞ്ഞുതരാം. അതായത് ഈ പോസിറ്റീവ് നമ്പേഴ്സ് 2a, b, c ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് AP അല്ലെ? AP-യിലെ 3 കോൺസിക്യൂട്ടീവ് ടേം ആണെങ്കിൽ ദ ലൈൻസ് ax plus by plus c അല്ലെ, ലൈൻസ് എന്ന് പറയുന്നത് ഇത് ഒരു ലൈൻ അല്ല, ഇതൊരു ഫാമിലി ഓഫ് ലൈൻ ആണ്. ദ ലൈൻസ് ax plus by plus c is equal to 0 are concurrent at 2, -2 അല്ലെ? അതായത് ഇതൊരു ഫാമിലി ഓഫ് ലൈൻ ആണ്. അപ്പോൾ ഫാമിലി ഓഫ് ലൈൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും അല്ല, അവർ 2, -2 അവർക്ക് എന്താണെന്നാ പറയുന്നത്? യെസ്, കൺകറന്റ് ആണ് എന്നാണ് എന്താക്കുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നത്. റെഡി അല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കണേ, ഇവിടെ 2a, b, c അല്ലെ R3 AP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇവിടുന്ന് സ്വാഭാവികമായിട്ടും 2b is equal to അല്ലെ, അതായത് 3 നമ്പേഴ്സ് ABC പിന്നെ എന്താ പറയുക AP-യിലാണെങ്കിൽ നമുക്കറിയാം 2b is equal to a+ നമ്മൾ എഴുതാറുണ്ട് അല്ലെ? അപ്പോൾ ഇവിടെ ആണെങ്കിൽ 2b is equal to ഇവിടെ 2a plus c എന്ന് വരും അല്ലെ? ഓക്കെ, ഇവിടെ 2abc ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ വരും. റെഡി? അപ്പോൾ നമുക്കൊന്ന് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? യെസ്, 2a അല്ലേ? യെസ്, -2b ഓക്കെ അല്ലേ? പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? ഇവന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? അപ്പോൾ വൺസ് നമുക്ക് അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ കാര്യം എന്തായി മക്കളെ? മനസ്സിലായി. റെഡി അല്ലേ? അതായത് ഇവനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കൺകറന്റ് ആണെന്ന് മനസ്സിലാക്കി. റെഡി അല്ലേ? എങ്ങനെയാണ്? പക്ഷേ ഇതിൽ ഇവരെ കോയിഫിഷ്യൻസിനെ നമ്മൾ വെറുതെ നമ്മൾ എന്താക്കിയാൽ മതി മക്കളെ? ഇത് യെസ്, ഓക്കെ നോക്കണേ.
ഇവിടെ എക്സ് ഡിവൈഡ് ബൈ 2 റെഡി അല്ലേ? ഓക്കെ, എക്സ് ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ -2 ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ 1/1. മനസ്സിലായല്ലേ? അഥവാ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എൻ്റെയും അല്ലെ ബിൻ്റെയും കോഎഫിഷ്യൻ്റ് ആണ് എക്സ് ബി അല്ലെ, സിൻ്റെതാണെങ്കിൽ 1 റെഡി അല്ലേ? അപ്പോൾ കമ്പയർ ചെയ്താൽ മതി. ഇവിടുന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് എന്താക്കും കിട്ടും. ഇനി അത്രയൊന്നും നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അത് വൺസ് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ സിൻ്റെ കോഎഫിഷ്യൻസ് എന്താണ് സെയിം ആണ്, അഥവാ കോൺസ്റ്റന്റ് ടേം രണ്ടും എന്താണ് സെയിം ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? യെസ് 2 എന്ന് കിട്ടും. റെഡി അല്ലേ? യെസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 2 എന്നും അല്ലെ, വൈ ഇസ് ഈക്വൽ ടു -2. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്താക്കിയതാണ് ചെയ്തതാണ് എടാ, മനസ്സിലായില്ലേ? അതായത് പോയിന്റ് ഓഫ് എന്താണ് കൺകറൻസി എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പോൾ ഈ ലൈൻസ് എന്താണ് മക്കളെ? കൺകറന്റ് ആണ്. റെഡി അല്ലേ? യെസ് ഈ ലൈൻസ് എന്താണ്? കൺകറന്റ് ആണ്. റെഡി അല്ലേ? കൺകറന്റ് ആണ്. ആൻഡ് പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ് ഓക്കെ അല്ലേ? 2, -2 ആണ്. മനസ്സിലായില്ലേ? അതായത് മക്കൾ ഇതിന്റെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതെന്താണ് മക്കളെ? യെസ് ഇതൊരു ഫാമിലി ഓഫ് ലൈൻ ആണ് അല്ലേ? ഫാമിലി ഓഫ് ലൈൻ എന്നാൽ ഒരുപാട് എന്തുണ്ടാവും? ലൈൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അവിടുന്ന് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൂടി എന്താക്കി തന്നു, അഥവാ 2a - 2b + c = 0 എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് കൂടി എന്താക്കി തന്നു അല്ലേ? അതായത് ശ്രദ്ധിക്കുക, ഈ ഫാമിലി ഓഫ് ലൈൻസിലെ എല്ലാ മെമ്പേഴ്സും സാറ്റിസ്ഫൈ ചെയ്യും എന്താ? ഈ റിലേഷൻ. എടാ മനസ്സിലായില്ലേ? ഓക്കെ, അതായത് എക്സിന് 2 അതേപോലെ y = -2 കൊടുത്താലാണല്ലോ ഈ റിലേഷൻ കിട്ടുക. ഓക്കെ അല്ലേ? അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ഓഫ് ലൈൻസിലെ എല്ലാ മെമ്പേഴ്സും 2-ലൂടെയും -2-ലൂടെയും എന്താവുന്നുണ്ട് മക്കളെ? പാസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ മെമ്പേഴ്സും 2-ലൂടെയും -2-ലൂടെയും എന്താവുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? കാരണം എല്ലാ മെമ്പേഴ്സും എന്താവുന്നുണ്ട്? ഈ പറഞ്ഞ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? അപ്പോൾ എല്ലാ മെമ്പേഴ്സും 2-ലൂടെയും -2-ലൂടെയും പാസ് ചെയ്യുന്നു പറഞ്ഞാൽ അതെന്താണ്? കൺകറന്റ് ആണ് അല്ലെ? കൺകറന്റ് അറ്റ് എവിടെയാണ് മക്കളെ? യെസ് 2, -2 എന്നുള്ളതാണ്. സോ എന്താണ് ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്, അഥവാ ബോത്ത് ആർ കറക്റ്റ് എന്ന് നമുക്ക് എന്താക്കാം ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. റെഡി അല്ലേ? യെസ് ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.